സിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, ഒരു 2 പതിറ്റാണ്ടെങ്കിലും ആയി കാണും തുറന്ന CPM കോൺഗ്രസ് സംഘർഷം കണ്ണൂരിലുണ്ടായിട്ട്. പഴയ സംഘർഷത്തിന്റെ പ്രേതങ്ങൾ വരുന്നത് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. വലിയ പ്രകോപനം ഉണ്ടാകുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഉയരാൻ കാരണം എന്താണ്? കൊലവിളി മുദ്രാവാക്യം പാർട്ടിയുടെ നയമാണോ? ആ മുദ്രാവാക്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം നീരജിന്റെ കൊലയാളികൾ CPM-കാർ തന്നെയാണ്, SFI-ക്കാർ തന്നെയാണ്. അത് കൃത്യമായി ആ കേസിൽ അറസ്റ്റിലായ ആളുകൾ ഇപ്പോ നമുക്കറിയാം, നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ നേതൃത്വത്തിലാണ് കുത്തിയത്. ആ കുത്തിയ ആളെ അറസ്റ്റ് ചെയ്തു, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ശിക്ഷ വിധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. കൊലപാതകത്തിലാണ് താങ്കൾ വേറെ കാര്യം പറയുന്നത്. യഥാർത്ഥ പ്രതി അതല്ല. അതവിടെ നമുക്ക് മാറ്റിവെക്കാം, കേസ് നടക്കട്ടെ, തീരുമാനമാവുമല്ലോ. പക്ഷേ ആളുകളുടെ കൺമുമ്പിൽ പട്ടാപ്പകൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകമാണ് ധീരജിന്റെ കൊലപാതകം. നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ് അതിലെ ഒന്നാം പ്രതി. ഒന്നാമത്തെ കാര്യം. 2, ആ കത്തി ഞങ്ങൾ എവിടെയും കളഞ്ഞിട്ടില്ല, ആ കത്തിയും കൊണ്ട് നടക്കുകയാണെന്നാണ് നിങ്ങളുടെ പാർട്ടിക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത്. അല്ല, അതിനകത്ത് ഞങ്ങൾ ഇന്ന് വരെ ആ കൊലപാതകം ഞങ്ങൾ ചെയ്തതാണെന്ന് പാർട്ടി നേതൃത്വമോ ഇടുക്കി പാർട്ടി നേതൃത്വമോ ഒന്നും അംഗീകരിച്ചിട്ടില്ല. നമ്മൾ ആവേശത്തിൽ ഈ കുട്ടികൾ വിളിച്ചതാണ്. അതിനകത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ ഇന്നലെ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇതിനകത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചു എന്നതിന്റെ പേര് ഹലോ പറഞ്ഞോളൂ. ഒരു ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിന്റെ പേരിൽ ഗാന്ധി പ്രതിമയാണ് തകർത്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചൊരു ബോർഡാണത്. പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചൊരു ബോർഡ് തകർത്തെന്ന് കരുതി ഗാന്ധി പ്രതിമ തകർക്കുന്ന സംസ്കാരം എവിടുന്നാണ്? ഇവിടെ ഒരു CPM-ന്റെ ഒരു നേതാവ് പ്രഖ്യാപിക്കുന്ന ഗാന്ധി പ്രതിമ നാട്ടിൽ എവിടെയും വെക്കാൻ വിടൂലെന്ന്. എന്ത് വർത്തമാനമാണ്? എന്ത് പ്രസ്താവനയാണത്? ഗാന്ധി പ്രതിമ വെക്കാൻ ഈ പറയുന്ന നേതാവിന്റെ ഔദാര്യം വേണോ? നിങ്ങൾ പയ്യന്നൂരിൽ ഗാന്ധി 6 അടി ആയിട്ടുള്ള ഗാന്ധി പ്രതിമ നിങ്ങൾ തകർത്തു, CPM-കാർ തകർത്തു. അവിടെ നമ്മൾ ഗാന്ധി പ്രതിമ വെച്ചിട്ടുണ്ട്. തകർത്ത എല്ലായിടത്തും ഗാന്ധി പ്രതിമ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഗാന്ധി പ്രതിമകൾ തകർത്തുകൊണ്ടിരിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്? അല്ലെങ്കിൽ ആരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്? അപ്പൊ മലപ്പുറത്തായാലും അടുവാപ്പുറത്തായാലും ഗാന്ധി പ്രതിമ ഉണ്ടായിരുന്നിടത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കും. നമ്മൾ സ്ഥാപിക്കുക, അതിനു വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും. ഗാന്ധി പ്രതിമയോട് എന്തുകൊണ്ട് ഇവർക്ക് വിദ്വേഷം? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഞങ്ങൾ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ചെയ്തത് തകർക്കപ്പെട്ട സ്ഥലത്ത് നമ്മൾ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ പോയി. അതല്ലേ നമ്മൾ ചെയ്തത്. അല്ലാണ്ട് വേറൊന്ന് ആരുടെങ്കിലും മെക്കിട്ട് കയറാൻ പോയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 കിലോമീറ്ററോളം നമ്മൾ പദയാത്ര നടത്തി. ഈ 5 കിലോമീറ്ററിന്റെ ഇടയിൽ ഒരു CPM-ന്റെ ബാനറുകളോ ബോർഡുകളോ ഓഫീസുകളോ തകർക്കപ്പെട്ടിട്ടില്ല, എറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പദയാത്ര മലപ്പുറത്തെത്തിയപ്പോൾ പാർട്ടി ഓഫീസിൽ സംഘടിച്ചതെന്ന ക്രിമിനലുകൾ ആണ്. നിങ്ങളിത് 3 വർഷം മുമ്പ് മലപ്പുറത്ത് കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങളല്ല പ്രതികളെന്ന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ ഓഫീസ് സന്ദർശിക്കുകയാണ്. ഞങ്ങളുടെ തകർക്കപ്പെട്ട ഓഫീസ് സന്ദർശിച്ചിട്ട് പറയുകയാണ്, TK ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ് ഞങ്ങളല്ല. എന്നിട്ടോ CCTV ദൃശ്യത്തിൽ കൃത്യമായി 3 പേരെ പിടിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു, അവരെ ജയിലിലെടുത്തു. കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്, UDF അല്ല ഭരിക്കുന്നത്, CPM ഭരിക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ ആരാണ് ആ ക്രിമിനലിന് എന്തിനാണ് ഓഫീസ് തകർത്തത്? ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം സ്ഥിരം ശൈലിയാണ്. ഇത് ആക്രമിക്കുക, പാർട്ടി ഓഫീസുകൾ തകർക്കുക, ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോ രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ വീട് തകർത്തു. എന്താണ് കാരണം? നീരജിന്റെ കൊലയാളികളുടെ ഫോട്ടോ, അയൽക്കാരുടെ ഫോട്ടോ വെച്ചിരിക്കുക. അവരാണ് നീരജിന്റെ കൊലയാളികൾ. അവരുടെ ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ വീട് തകർക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഗ്രൂപ്പുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളുടെ ഫോട്ടോ ഇട്ട് കൊടുത്ത് അവരെ ആക്രമിക്കുന്ന ഒരു രീതി, ആ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് CPM. ഇത് ഷുക്കൂറിന്റെ നമുക്കറിയാലോ, ഷുക്കൂറിന്റെ അവിടെ പിടിച്ചു നിർത്തി അവരുടെ ഷുക്കൂറിന്റെ ഫോട്ടോ എല്ലാം കാണിച്ച് എല്ലാവരും വരുത്തി അവിടെ ആക്രമിച്ച് കൊല ചെയ്യുകയാണ്.
ഇത് CPM-ന്റെ ഒരു ശൈലിയായി മാറിയിരിക്കുകയാണ്. അതാണ് കോൺഗ്രസിന്റെ ആരോപണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോട്ടോ പ്രചരിപ്പിച്ച് അവരുടെ വീടുകൾ ആക്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. CPM-ന്റെ മറുപടി കൂടി ഇക്കാര്യത്തിൽ കിട്ടേണ്ടതുണ്ട്. CPM നേതാക്കളെ ഫോണിൽ വിളിച്ചെങ്കിലും അവരെ കിട്ടാത്തതുകൊണ്ടാണ് അവരുടെ വേർഷൻ കിട്ടാറ്. എന്തായാലും കണ്ണൂരിൽ കോൺഗ്രസും CPM-ഉം നേർക്കുനേർ നിന്ന് കൊലവിളി മുഴക്കുന്ന സാഹചര്യമാണ്. മലപ്പുറത്തെ ഗാന്ധി സ്തൂപം തകർത്തു എന്ന് മാത്രമല്ല, അടുക്കളയിൽ പോലും ഇനി അത് പണിയാൻ സമ്മതിക്കില്ല എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥ് പറയുന്നു. ആദ്യം CPM വെച്ച ഫ്ലക്സ്, മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ ഫ്ലക്സ് കീറിയതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് ഇപ്പോൾ ഇങ്ങനെ നേർക്കുനേർ കൊലവിളിയിലേക്ക് മാറിയിരിക്കുന്നത്.